ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേൺ ടുഡേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ കേരള റിനൈസൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അതായത് കേരള നവോത്ഥാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റിയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും കൂടുതൽ PSC അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ PSCക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന PSC, SSC, UPSCക്കൊക്കെ ഉപകാരപ്രദമാകുന്ന പോസ്റ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ പോസ്റ്റുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇന്ന് കേരള റിനൈസൻസിൽ ഞാൻ പറഞ്ഞു ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റി പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റി നമുക്ക് അതായത് കേരള PSC തുടർച്ചയായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം ജനിച്ചത് എന്നാണ് നമുക്ക് നോക്കാം. 1852 ആഗസ്റ്റ് 26 അദ്ദേഹം ജനിച്ചത്. അതായത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ കൊല്ലങ്കോട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ താവുക്കുട്ടി അമ്മ, അവരെ യോഗിനി മാതാവ് എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ ആനന്ദ മഹാസഭയുടെ അധ്യക്ഷയും താവുക്കുട്ടി അമ്മയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി പുരുഷ സിംഹം, നിരീശ്വരവാദികളുടെ ഗുരു, ആലത്തൂർ സിംഹം എന്നീ വിശേഷങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് സംസ്കൃത ഗുരു പത്മനാഭ ശാസ്ത്രിയായിരുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സംസ്കൃത ഗുരു പത്മനാഭ ശാസ്ത്രിയായിരുന്നു. 1918 അദ്ദേഹം ആനന്ദ മഹാസഭ സ്ഥാപിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗി 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചു. 1893 ബാനൂരിൽ അദ്ദേഹം സിദ്ധാശ്രമം സ്ഥാപിച്ചു. 1893 സിദ്ധാശ്രമം ബ്രഹ്മാനന്ദ ശിവയോഗി. 1899 സ്ത്രീ വിദ്യാഭൂഷണി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്, സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി. അതേപോലെ തന്നെ ആനന്ദമത സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതേപോലെ മനസ്സാണ് ദൈവം, ജീവന് ജാതിയില്ല, ജീവൻ സത്താണ് എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനസ്സാണ് ദൈവം, ജീവന് ജാതിയില്ല, ജീവൻ സത്താണ്, കൺട്രോൾ ഓഫ് മൈൻഡ് ഈസ് ദ സുപ്രീം അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ ദർശനം അദ്ദേഹത്തിൻ്റെ ദർശനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തത്വമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യർ വാഗ്ഭടാനന്ദൻ, നിർമ്മലാനന്ദ ശിവയോഗികൾ എന്നിവരാണ്. ഉദരനിമിത്തം എന്ന പേര് അദ്ദേഹം വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ കളിയാക്കി വിളിച്ചിരുന്ന പേരാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ മാസികയാണ് സാരാഗ്രാഹി. ബ്രഹ്മാനന്ദ ശിവയോഗി മരണപ്പെട്ടത് 1929 സെപ്റ്റംബർ 10 അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ശിവയോഗ രഹസ്യം, രാജയോഗ പരസ്യം, സിദ്ധാനുഭൂതി, മോക്ഷപ്രദീപ, ജ്ഞാനകുമ്മി, വിഗ്രഹാരാധന ഖണ്ഡനം, ആനന്ദകുമ്മി, ആനന്ദ സോപാനം, ആനന്ദ സൂത്രം, ആനന്ദ വിമാനം, ആനന്ദ ആദർശം. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയും അദ്ദേഹത്തിന് തെരഞ്ഞെടുത്ത കൃതികളും എന്ന കൃതി രചിച്ചത് PV ഗോപാലകൃഷ്ണനാണ്. ഇനി ശ്രദ്ധിക്കാം, മാറിപ്പോവാതെ കുറച്ച് കാര്യങ്ങൾ. മോക്ഷപ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയും മോക്ഷപ്രദീപ ഖണ്ഡനം എഴുതിയത് ചട്ടമ്പി സ്വാമികളുമാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ജ്ഞാനകുമ്മി എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ജാതി കുമ്മി എഴുതിയത് പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, അവർക്കെല്ലാം യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, താങ്ക് യു.